സുധീരന്റെ വാക്കിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ മുഖ്യമന്ത്രി വി സതീശൻ പരസ്യമായി മുതിർന്ന നേതാവിനെ അപമാനിച്ചിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് സതീശന്റെ ഒളിച്ചു കടത്തൽ കൈയോടെ പിടിക്കപ്പെട്ടതാണ്. കർണാടകയിലെ മദ്യലോബിയുമായി കൂട്ടുകച്ചവടത്തിന് അവസരമുണ്ടാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യം എത്തിക്കാൻ വേണ്ടി നിയമസഭയിൽ ഫിനാൻസ് ബില്ലിൽ കേരളത്തിലെ മദ്യനികുതി 250% നിൽക്കെ അത് 120 മുതൽ 170% ചിലർക്ക് കുറച്ചു കൊടുക്കുകയാണ്. ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തിനാണോ? നികുതി 250 കിട്ടിയാൽ ഖജനാവിനെ സംബന്ധിക്കുന്നിടത്തോളം പണം കൂടുതൽ കിട്ടും. എന്നാൽ ഖജനാവിന് പണം വേണ്ട, അത് ആർക്കാണോ, അത് ബെക്കാടി കമ്പനിയുടെ മുതലാളിക്ക് 125% കുറച്ചു കൊടുത്ത് അദ്ദേഹം എന്തിനാണ് തൃപ്തിപ്പെടുത്തുന്നു എന്ന ചോദ്യം ഇതോടുകൂടി ശക്തമാവുകയാണ്. അതായത് സുധീറിനെ പോലുള്ളവർ കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കണം, UDF മദ്യനയത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഫിനാൻസ് ബില്ലിലൂടെ നടപ്പാക്കിക്കൊണ്ട് കമ്പനിക്ക് നിയമപരമായി പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ മദ്യം വിൽപ്പനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഫണ്ടൊക്കെ എത്തിച്ചു തന്ന മുതലാളിമാരുണ്ട്, അവരെ നമുക്ക് പ്രീണിപ്പെടുത്താതിരിക്കാൻ പറ്റൂ? ഒന്നാലോചിച്ചാൽ മതി. കേരളത്തിൽ പെട്രോൾ വില പലതവണ വർദ്ധിച്ച സന്ദർഭത്തിൽ സാധാരണക്കാരന് ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ എപ്പോഴെങ്കിലും സംസ്ഥാനത്തിന് കിട്ടുന്ന അഡീഷണൽ നികുതി വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു തിടുക്കവുമില്ല, അതിഞ്ഞു പോന്നോട്ടെ. പക്ഷെ ഒരു മുതലാളിക്ക് ഇവിടെ കച്ചവടത്തിന് വരുമ്പോൾ നികുതി കുറച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ 1 രൂപ നഷ്ടം വരാൻ പാടില്ല. കാര്യം എന്താണ്? മുതലാളി നഷ്ടം വരാതിരിക്കാൻ വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എത്തിച്ചു കൊടുത്തതിന് തിരിച്ച് പ്രത്യുപകാരം കാണിക്കണോ വേണ്ടയോ? കാണിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള സുധീരനെ പുല്ലുവില കൽപ്പിച്ച് അല്ലെങ്കിൽ വിലയില്ലാത്തവനാക്കിക്കൊണ്ട് ആ നേതാവിന്റെ ആദർശ മുഖത്തെയെല്ലാം കരിവാരി തേച്ചുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. എത്ര വിദഗ്ധമായിട്ടാണ് പാർട്ടിയേക്കാൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെക്കാൾ താനാണ് വലിയവൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു തീരുമാനമെടുത്താൽ, മേനോൻ ഒരു തീരുമാനമെടുത്താൽ ഇനി ഏത് സുധീരൻ കിടന്ന് ചാടിയാലും അതൊക്കെ അവിടെ ചാടുകയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അങ്ങ് നടപ്പാക്കും, എന്റെ കച്ചവടം നടത്തിക്കൊണ്ടേയിരിക്കും എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ഫിനാൻസ് ബില്ലിലൂടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് കേരളത്തിൽ നികുതി തീരുമാനിച്ചുകൊണ്ട് ബെക്കാടി കമ്പനിക്ക് വേണ്ട സഹായങ്ങൾ ബജറ്റിലൂടെ തന്നെ മേനോൻ സതീശൻ ചെയ്തു കൊടുക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അത് കോൺഗ്രസിനകത്തുനിന്ന് എതിരഭിപ്രായം വന്നതിനെ ചെവിക്കൊള്ളാതിരുന്നിട്ടുണ്ടെങ്കിൽ സുധീറിനെ പോലുള്ള നേതാക്കന്മാർക്കൊക്കെ എന്ത് അന്തസ്സാണ് ആ പാർട്ടിയിലെ മുഖ്യമന്ത്രി നൽകുന്നു എന്നതിന്റെ ചോദ്യം കൂടി ഉയർന്നു വരികയാണ്.